അതുപോലെ തന്നെയാണ് ഈ മേനോൻ പരാമർശം വലിയ വിവാദമാവുന്നുണ്ട്. മുഖ്യമന്ത്രി പേരിനൊപ്പം അത് ഇതുവരെ പറയാത്ത സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിക്ക് പോലും സ്വന്തം വിശ്വാസം അല്ലെങ്കിൽ മതവും അച്ഛൻ്റെ പേരും പറയാൻ പറ്റിയാത്ത സാഹചര്യമാണ് കോൺഗ്രസ്സിലുള്ളത്. അദ്ദേഹം നമുക്ക് പറയാനുള്ളൂ. അതൊക്കെ അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞല്ലോ അച്ഛൻ്റെ പേര് പറയാൻ സന്തോഷമാണ്. ഞാൻ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി അനുകൂലിക്കുകയാണ്. എന്താ കുഴപ്പം? സ്വന്തം അച്ഛൻ്റെ പേര് പറയാനുള്ള സാഹചര്യം പോലും ആ പാർട്ടിക്കകത്ത് അതും വിമർശിക്കപ്പെടുകയാണ്. സ്വന്തം അച്ഛൻ്റെയും സമുദായത്തിൻ്റെയൊക്കെ പേര് പറയുന്നതിനെ വിമർശിക്കുന്ന സാഹചര്യം ആ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ തർക്കമാണ് ഇന്ന് ഈ തരത്തിലേക്ക് കൊണ്ടെത്തിയിരിക്കുന്നത്. 4 ദിവസം മന്ത്രിമാർ ഓഫീസിൽ വന്നിരിക്കുകയാണ്. അവർക്ക് ഏത് സെക്രട്ടറിയെ വിളിച്ചു വരുത്തണമെന്ന് പോലും അറിയാൻ മേലാതെ കേരള ചരിത്രത്തിൽ ഇന്ന് വരെയും ഇല്ലാത്ത ഒരു പ്രത്യേകത 4 ദിവസം മന്ത്രിമാർക്ക് അവരവരുടെ വകുപ്പുകൾ ഏതാണെന്നറിയാൻ മേലാത്ത സാഹചര്യം ഉണ്ടായി. അദ്ദേഹം നമുക്ക് പറയാനുള്ളൂ. അതൊക്കെ അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞല്ലോ അച്ഛൻ്റെ പേര് പറയാൻ സന്തോഷമാണ്. ഞാൻ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി അനുകൂലിക്കുകയാണ്. എന്താ കുഴപ്പം? സ്വന്തം അച്ഛൻ്റെ പേര് പറയാനുള്ള സാഹചര്യം പോലും ആ പാർട്ടിക്കകത്ത് അതും വിമർശിക്കപ്പെടുകയാണ്. സ്വന്തം അച്ഛൻ്റെയും സമുദായത്തിൻ്റെയൊക്കെ പേര് പറയുന്നതിനെ വിമർശിക്കുന്ന സാഹചര്യം ആ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലേക്കാണ് ഇവിടുത്തെ മതേതരത്വം പോകുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ മന്ത്രിമാർക്ക് 4 ദിവസം തങ്ങളുടെ വകുപ്പ് എന്താണെന്ന് അറിയാൻ മേലാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അതിലേറ്റവും ദുഃഖകരമായ കാര്യം നാഴികയ്ക്ക് 40 മട്ടം മതേതരം എന്ന് പറയുന്ന കോൺഗ്രസും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കഴിഞ്ഞ 3 ദിവസക്കാലം ജാതിയുടെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ വീതം വെക്കുന്നതിലാണ് ഇന്ന് ഉച്ചവരെ ഈ തടസ്സം നേരിട്ടത്. നിങ്ങൾക്കറിയാം, ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും അതുപോലെ ചില സമുദായങ്ങളുമായി നടത്തിയ തർക്കമാണ് ഇന്ന് ഈ തരത്തിലേക്ക് കൊണ്ടെത്തിയിരിക്കുന്നത്. 4 ദിവസം മന്ത്രിമാർ ഓഫീസിൽ വന്നിരിക്കുകയാണ്. അവർക്ക് ഏത് സെക്രട്ടറിയെ വിളിച്ചു വരുത്തണമെന്ന് പോലും അറിയാൻ മേലാതെ കേരള ചരിത്രത്തിൽ ഇന്ന് വരെയും ഇല്ലാത്ത ഒരു പ്രത്യേകത 4 ദിവസം മന്ത്രിമാർക്ക് അവരവരുടെ വകുപ്പുകൾ ഏതാണെന്നറിയാൻ മേലാത്ത സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നു ഏറ്റവും മതേതരത്വമാണ്, മതേതര മന്ത്രിസഭയാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ വീതം വെച്ച കേരളത്തിലെ ആദ്യ മന്ത്രിസഭയാണ് ഇത്. ഇതിനു മുമ്പും ജാതി മത ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 4 ദിവസം വകുപ്പ് ഏതാണെന്ന് അറിയാൻ മേലാത്ത ദയനീയ സാഹചര്യം കേരള സംസ്ഥാനത്ത് സൃഷ്ടിച്ചത് വി ഡി സതീശൻ മന്ത്രിസഭയാണ്. ഇത് പറയുവാൻ ഇത് അങ്ങേറ്റം നാണക്കേടാണ്, അപമാനമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, അവിടെയെല്ലാം വീതം വെപ്പ് നടന്നല്ലോ. വളരെ കൃത്യമായ വീതം വെപ്പുകൾ നടന്നിട്ടുണ്ട്. അത് ഓരോ വകുപ്പുകളും ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ ഓരോ വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഇപ്പോൾ ഫിഷറീസ്, ഇതെല്ലാം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിലെ മതേതരത്വം എന്താണ് എന്നുള്ളത് കാണാൻ പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർ നടത്തുന്ന പ്രീണനം എന്താണ് എന്നുള്ളത് കേരള സംസ്ഥാനത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഈ മേനോൻ പരാമർശം വലിയ വിവാദമാവുന്നുണ്ട്. മുഖ്യമന്ത്രി പേരിനൊപ്പം അത് ഇതുവരെ പറയാത്ത സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിക്ക് പോലും സ്വന്തം വിശ്വാസം അല്ലെങ്കിൽ മതവും അച്ഛൻ്റെ പേരും പറയാൻ പറ്റിയാത്ത സാഹചര്യമാണ് കോൺഗ്രസ്സിലുള്ളത്. അദ്ദേഹം നമുക്ക് പറയാനുള്ളൂ. അതൊക്കെ അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞല്ലോ അച്ഛൻ്റെ പേര് പറയാൻ സന്തോഷമാണ്. ഞാൻ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി അനുകൂലിക്കുകയാണ്. എന്താ കുഴപ്പം? സ്വന്തം അച്ഛൻ്റെ പേര് പറയാനുള്ള സാഹചര്യം പോലും ആ പാർട്ടിക്കകത്ത് അതും വിമർശിക്കപ്പെടുകയാണ്. സ്വന്തം അച്ഛൻ്റെയും സമുദായത്തിൻ്റെയൊക്കെ പേര് പറയുന്നതിനെ വിമർശിക്കുന്ന സാഹചര്യം ആ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലേക്കാണ് ഇവിടുത്തെ മതേതരത്വം പോകുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇവർ 2 പ്രധാന പദ്ധതികൾ പ്രധാന പ്രഖ്യാപനങ്ങൾ അത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിൽ ഈ സൗജന്യ യാത്ര ഇന്ന് കേരള പൂർണ്ണമായിട്ടും റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ്, ഇത് രണ്ടും ജനകീയമായിട്ടുള്ള പദ്ധതി അല്ല പ്രഖ്യാപനങ്ങളാണെന്നാണ് സർക്കാർ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇത് ഈ വനിതകളുടെ സൗജന്യ യാത്ര ബംഗാളിൽ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെ പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കാം, അതാത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നിലയൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ കേരളയെ സംബന്ധിച്ചിട്ട് ഈ നിലപാട് കേന്ദ്ര സർക്കാർ എന്നേ പറഞ്ഞതാണ്. ഇത് പ്രായോഗികമല്ല എന്നും കേരളയിൽ നടപ്പിലാകാത്ത പദ്ധതിയാണ് എന്നേ പറഞ്ഞത് BJP ആണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ശരിവെച്ചു എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. അത് 6 ലക്ഷം കോടി രൂപ കടത്തു നിൽക്കുന്ന ഒരു സംസ്ഥാനം
ഒരു ഹൈ സ്പീഡ് കൊറിഡോർ എന്നല്ല, അത് പ്രായോഗികമായി ചിന്തിക്കാൻ ഇതിൻ്റെ പേരിൽ കുറേ തട്ടിപ്പുകൾ നടത്താൻ പിണറായി വിജയൻ ശ്രമിച്ചതെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും നടന്നില്ല. അത് അന്നേ BJP ഇതിനുള്ള നയം വ്യക്തമാക്കിയതാണ്. മാനസി കാപ്പനെ പാലായിൽ ജയിപ്പിച്ചാൽ ഒരു മന്ത്രി പാലയിൽ ഉണ്ടാവുമെന്നൊക്കെയായിരുന്നു വി. സതീശൻ വന്ന പ്രചാരണത്തിൻ്റെ സമയത്ത് പറഞ്ഞത്. അദ്ദേഹത്തെ പിന്നീട് ചവിട്ടുന്നൊരു പുറത്താക്കുന്നൊരു അല്ലല്ല, ഇവർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം മുതൽ എടുത്തു നോക്കിയോ. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് 21,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു, അത് തിരിച്ചിട്ടു 12 ആക്കി. ഇപ്പോൾ പാലായിൽ വന്ന് വോട്ട് മേടിക്കുമ്പോൾ VD സതീശൻ അങ്ങോട്ട് പോയ കാറയിലല്ല ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയ കാറയിൽ തന്നെ അദ്ദേഹം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിൽക്കുകയാണ്, പോരാൻ പറ്റിയിട്ടില്ല. അതെ, അത് ഏതോ മുന്നണിയിലെ കോട്ടയത്ത് തന്നെയുള്ള ഏതോ മുന്നണിയിലെ ആളുകൾ ചവിട്ടി എന്നാണ് പറഞ്ഞത്. ആരാ ചവിട്ടിയെന്ന് നമുക്കറിയില്ല. എങ്കിലാണെങ്കിലും പറഞ്ഞ വാക്ക്, ജനങ്ങളോടൊരു വാക്ക് പറഞ്ഞല്ലേ വോട്ട് മേടിച്ചത്. ഈ മാണി കാപ്പൻ മന്ത്രിയാകില്ല എന്നുണ്ടെങ്കിൽ പാലായിൽ നിന്ന് ഒരിക്കലും ജയിക്കില്ല, ബലം ഇതാവുമായിരുന്നില്ല. അപ്പോൾ പാലായിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്.